കുറേയൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടൊക്കെ പോയി. അതിനുശേഷം ഇതൊക്കെ അങ്ങ് പോയെന്നേ, കയ്യിൽ നിന്ന് പോയിരിക്കുക. ഒന്ന് തിരിച്ചു പിടിച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ 5 അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്, ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കുന്നത്, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ഒന്നാമത്തത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. പാപങ്ങൾ എങ്ങനെയാണ് ക്രമമായിട്ട് ഓർക്കുന്നത്? ശരിക്കും നമ്മൾ കുമ്പസാരത്തിന് ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കുമ്പസാരത്തിന് പോകും. ഒന്നുകിൽ ഇഷ്ടത്താൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ തള്ളി വിടും. പിന്നെ ഒരു പ്രഷറുണ്ട്, നമ്മുടെ നാട്ടിലായതുകൊണ്ടൊരു സോഷ്യൽ പ്രഷറൊക്കെ ഉണ്ട്. കുമ്പസാരിക്കാൻ വന്നോന്നൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോകും. പിന്നെ കുറേ അധികം പേര്, ഒത്തിരി പേര് വളരെ ജെന്യുവിനായിട്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ, അതിൻ്റെ അനുസ്മരണത്തിൽ ഒരുക്കത്തോടെ